ഹലോ, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുക ചെയ്യുന്നതായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു വരുമ്പോൾ. 2 വീലറിൽ കാറ്റെല്ലാം അടിച്ചിട്ട് കണ്ണെല്ലാം എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ അലക്കുന്നുണ്ടേനും അമ്മമ്മ ഉണ്ടാവും. ഞാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിട്ടാ. അമ്മമ്മ എന്നാണ് എത്ര ദിവസം കണ്ടിട്ട് അമ്മമ്മനെ കണ്ടേ? ഞാനിപ്പോ അങ്ങനെ കാട്ടം വെച്ചാൽ വേണ്ടിയാണ് കാണുന്നത്. ബാ ചായ കുടിക്കാം. ബാ ചായ കുടിക്കോളെ കുടിക്ക്. ബാ ഞാൻ കേട്ട് എന്നാ ഞാൻ അലക്കലേനു മോളെ ബേക്കുന്നേ. പിന്നെ രാവിലെ തന്നെ ചോറും കറിയെല്ലാം ആയി. പിന്നെ അലക്കാൻ വേണ്ടി നോക്കല അലക്കി കഴിഞ്ഞു. അപ്പൊ വണ്ടീന്റെ സൗണ്ട് കേട്ടിട്ട് ഇപ്പുറം വന്നു അല്ലേ? ആ അമ്മമ്മ അത് ആടെ അടിച്ചു വാരിയിട്ട് അടിച്ചു വരലാന്ന് അമ്മമ്മേന്റെ പണി. പിന്നെ വേ ചായ കുടിക്കും മോളെ. വേ ചായ കുടിക്കുക കേട്ടോ. അതിന് രാവിലെ ഉറക്കല്ലോ ഇനി വന്നല്ലേ രാവിലെ. വേഗം എന്നാ വന്ന് ചായ കുടിക്കുക. അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ടാ. ഇനി വേഗം ഫ്രഷായിട്ട് ചായയെല്ലാം കുടിക്കട്ടെ. അങ്ങനെ ഞാൻ ഇതാ കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെപ്പോഴും ആൾക്കാരാണ് റബ്ബർ ഷീറ്റ് അടിക്കാനും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ മെഷീനുള്ളതുകൊണ്ട് അടിക്കാനെല്ലാം വരും. അപ്പോൾ ഭയങ്കര ബഹളമെല്ലാം കേട്ടിട്ട് പുറത്ത് വന്നാണ്. ഒരുപാട് പേര് അടിക്കുന്നെല്ലാം ഉണ്ട്. ഷീറ്റ് അടിക്കുന്നുണ്ട്, വെളിച്ച ഷീറ്റ് അടിക്കുന്നുണ്ട്, ഒരുപാട് പേര് റബ്ബർ ഷീറ്റ് തൊടുന്നുണ്ട്. അമ്മക്കിപ്പോൾ പാലെടുക്കാൻ പോകണത്രേ. എന്നിട്ട് വേണം അമ്മക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി ഞാനിപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തെല്ലാം ഒരു മാറ്റം. വലിയ മാറ്റമൊന്നുമല്ല, അങ്ങനെയല്ല. അമ്മേൻ്റെ ചീര തൈ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായില്ലേ വ്ളോഗിൽ. ആ സമയത്ത് അമ്മേൻ്റെ ചീര തൈ ഇങ്ങനെ പൊടിച്ച് വരുന്നേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് അത് വലിയ തൈ. അമ്മ ഇന്നത് കട്ട് ചെയ്തിട്ട് ഇന്നത് തോരനാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ചീരത്തൈ വലുത് കുപ്പച്ചീര എന്ന് പറയും കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട രാവിലെ തന്നെ അമ്മ പിന്നെ കൊക്ക കെട്ടിയിട്ട് അടക്ക പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴുത്ത അടക്ക. ഇതിങ്ങനെ അപ്പാപ്പനുള്ളവർ ഒരുപാട് ഇങ്ങനെ അപ്പാപ്പനുള്ള സമയത്ത് ഒരുപാട് ഇങ്ങനെ നമ്മളെ പറമ്പിലെല്ലാം കവുങ്ങുണ്ട്. അപ്പോൾ അടക്ക പെറുക്കിയിട്ട് അപ്പാപ്പനിങ്ങനെ ഒരുപാടായിട്ടാകുമ്പോൾ ഉരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് എന്തെങ്കിലെല്ലാം കടയിൽ കൊണ്ടുകൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലെല്ലാം വാങ്ങിത്തരും. അങ്ങനെയെല്ലാം ചെയ്യും കേട്ടോ അപ്പോൾ അമ്മ ഇത് കൊക്കേനെ കൊണ്ട് പറിച്ചിട്ട് പോലും അടക്കാം. പിന്നെ നമ്മളെ തൈക്കുണ്ടിലുണ്ടല്ലോ ഇഷ്ടംപോലെ ചീരയുണ്ട്. നല്ല പച്ച ചീരയാ, നല്ലൊരു ടേസ്റ്റാണത്. അത് നമുക്കിന്ന് വറവാക്കാം കേട്ടാ. ഞാൻ അതെ വേഗം വലുതായി അല്ലേ? വേഗാവും. ഇതാ വഴുതിനിങ്ങ ഉണ്ടല്ലോ. ഇതാ വഴുതിനിങ്ങ ഉണ്ട്, പൂത്തിട്ടുണ്ട്. ചീര വാങ്ങിയാൽ നമുക്ക് ഇഷ്ടംപോലെ മതി. കുപ്പച്ചീര അല്ലേ? കുപ്പച്ചീര പച്ചച്ചീര എന്നാ നമ്മൾ പറയാ. പിന്നെ നല്ല നല്ല ടേസ്റ്റാണ് ഇത് വെച്ചാൽ. ഈ തൈക്കൊണ്ടിൽ ഇങ്ങനെ പായി കൊടുത്താലുണ്ടല്ലോ പിന്നെ ഒരുപാടുണ്ട്. ഇത് ഞാനന്ന് കണ്ടത് ചെറിയ തൈ ഇത്ര വലുതായ. ഇനിയുണ്ട് കേട്ടോ. ആര്യ ഇത്രയും കിട്ടിയല്ലേ? ഇത്രയല്ലേ വേണ്ടൂ നമുക്ക്. ഇതാ പറയുന്നത് മുറ്റത്തൊരു ചീരയെല്ലാം നട്ടാൽ നമുക്ക് ആവശ്യത്തിന് വേഗം പറിച്ചെടുക്കാം. എപ്പോഴും ഞാൻ ഈ 2 തൈക്കൊണ്ടിലും നല്ലോണം ചീര പാകലുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇത് കുറേ വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഇതാ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ നിൽക്കുന്ന സമയത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീട് ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് അടുത്ത ഹോം ടൂർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ഞാൻ കാണിക്കാം കേട്ടോ. എനിക്ക് ഓഫുള്ള ദിവസം കാണിക്കാം. ഇന്നും നാളെയും എനിക്ക് നൈറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നൈറ്റ് ഓഫാണ്. ആ ടൈമിലെങ്ങാനും വീഡിയോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പം അമ്മമ്മ ഇടുന്ന് എന്തോ പണിത്തരം ചെയ്യുന്നുണ്ട്. എന്നാ നോക്കട്ടെ. ഇതെന്നാ അമ്മമ്മ? ഇതെന്നാ? ഇത് ഞാൻ ആദ്യം ഇവിടെ എത്ര അമ്മ അപ്പട്ട മുളക്കും ഇപ്പട്ട ഞാൻ പറഞ്ഞു പിന്നെ അന്ന് പൊട്ടിക്ക് പിന്നെ അന്ന് പൊട്ടിച്ചാണ് കൊപ്പര ബാക്കിയൊന്നും ചാടി എന്തെയാ
ഒന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചൂടെ? അതെ. അമ്മമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലും പണിയെടുത്തോണ്ട് നിൽക്കണം, അങ്ങനെ വെറുതെ ഇരിക്കുകയേ ചെയ്യില്ല. ഞാൻ പറയാം അമ്മ വെറുതെ ഇരിക്കുന്നു, പക്ഷെ അതിന് കേൾക്കുകയില്ല അമ്മമ്മ. അച്ഛൻ്റെ ഞണ്ട് കറി എങ്ങനെയുണ്ടേനു? രണ്ടില് ആ കണ്ടിനാ? ആ നമ്മൾ കണ്ടേ മുറിച്ച് വാക്കും എല്ലാം ചെയ്യുന്ന നീ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ കണ്ടേ. അച്ഛനെല്ലാം അറിയാം, നല്ല അടിപൊളിയിലുണ്ടാക്കും. ഞാൻ എൻ്റെ പറഞ്ഞല്ല അച്ഛനെ കൊടുക്കുന്ന എല്ലാം ഒരു പഠിച്ചിട്ട് വന്നു. അതാ ഞാൻ മറന്നുകൊണ്ടാകും ഒരു പഠിച്ചു നടന്നേ. ഇന്നലെ അമ്മ ഉണ്ടാക്കീനി. അച്ഛൻ പുറമെ ആക്കി എത്ര വേഗമാണ് അടുപ്പത്തെല്ലാം വെച്ച് ഞാൻ പറഞ്ഞ കുറച്ച് കെട്ട വരുമ്പോ ഒന്ന് ഇനി ആക്കി തരാൻ പറയാ. എന്നാലും ഞാൻ തന്നെ പൊറന്ന് കട്ട് എപ്പോ നിങ്ങൾ വാങ്ങില്ലേ? ഇടക്കിടക്ക് വാങ്ങും. നല്ല രസമുണ്ടാ? ആ സൂപ്പറാ. അമ്മമ്മ കഴിക്കുവാ? കഴിക്കുവാ? എപ്പോ കണ്ടിന്? ഞാൻ വാങ്ങാട്ടാ. അമ്മമ്മ എന്ന് പറയുന്ന ആടുന്ന് നമ്മളെന്തെല്ലോ വീഡിയോ എടുത്തിട്ടില്ല, നിങ്ങൾ എവിടെയെല്ലാം പോയെന്നെല്ലാം പറഞ്ഞിട്ട് അതാണ് പറയുന്നത് കേട്ടാ. അപ്പം എനിക്ക് വന്നു കഴിഞ്ഞാൽ എപ്പം മുടി ഇങ്ങനെ വാരിത്തരും അമ്മമ്മ. കൊടുത്തു കാണില്ലല്ലോ, വാരിത്തരൂ. എപ്പോഴും വെളിച്ചെണ്ണ എപ്പോഴും വെളിച്ചെണ്ണ തേക്കണം പോലും. അന്നെ വെളിച്ചെണ്ണ തേക്കാണ്ട് വിടൂല, ഒലിപ്പിച്ച് വിടും വെളിച്ചെണ്ണ. ഞാനങ്ങനെ നല്ലൊരു ഉറക്കലും കഴിഞ്ഞിട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഉറങ്ങി എഴുന്നേറ്റു. അമ്മ ഡ്യൂട്ടിക്ക് പോയിനി. അമ്മമ്മ ഞാൻ ഉറങ്ങുന്നതുകൊണ്ട് അമ്മമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരം അമ്മ വരുക ചെയ്യുക. അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് കഴിച്ചിട്ട് വേഗം പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ കേട്ടോ. അങ്ങനെ ആയിതാ ഫ്രഷായി റെഡി ആയിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുകയെന്ന്. ഇന്നും നാളെയും കൂടി എനിക്ക് നൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.